മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ രോഹിത്തിനെ അലീന മുത്തശ്ശിയുടെ മൊബൈലിൽ നിന്ന് വിളിക്കുന്നുണ്ട്. രോഹിത് ആ കോൾ എടുക്കുമ്പോഴേക്കും താൻ അലീനയാണെന്ന് അലീന പറയുന്നത് കേട്ട് വെച്ചിട്ട് പോടി പുല്ലേ, നീ എന്നെ ഫോണിൽ വിളിക്കുന്നു, നീ ആരാ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും രോഹിത് ഫോൺ കട്ട് ചെയ്താ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് റൂമിലേക്ക് വരും എന്നവൾ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കയറി വാടി എന്ന് രോഹിത്തും വെല്ലുവിളിക്കുന്നുണ്ട്. വരുമെന്ന് അലീന പറഞ്ഞ വരും രോഹിത്തെ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ടോണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും മോന് നല്ലത് എന്ന് അലീന പറയുമ്പോഴേക്കും നിനക്ക് എന്നെ കോപ്പടി എന്നോട് പറയാനുള്ളത് എന്ന് രോഹിതും ചോദിക്കുന്നുണ്ട്. നീ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കേ. നീ രക്ഷപ്പെട്ടെന്നാണോ നിന്റെ വിചാരം? എനിക്ക് ഏതു സമയം വേണമെങ്കിലും പോലീസിൽ ചെന്ന് പറയാം അന്ന് നീയും ഹരിയും കൂടി എന്നോട് ചെയ്തത് എന്താണെന്ന്. നീ വിചാരിച്ചോ ഒരു തവണ പോലീസിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ലെന്ന് എന്ന് അലീന ചോദിക്കുന്നത് കേട്ട് ആകെ ദേഷ്യത്തോടെ നീ അങ്ങോട്ട് ചെന്ന് പറയടിന്ന് രോഹിത്തും പറയും. ആദ്യം ഇവിടെ പറയും. ഇന്ന് അത്താഴ സമയത്ത് ഊണുമേശയിൽ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് പറയും. അനുവേട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ട പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അലീന പറയുന്നത് കേട്ട് ആകെ ദേഷ്യത്തോടെ നീ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറ, മൈതാനത്ത് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യടി, എനിക്ക് പുല്ല എന്നൊക്കെ അവൻ പറയുമ്പോഴേക്കും ഓക്കെ, നിനക്ക് നന്നാവൻ ഒരു ചാൻസ് മുന്നേ തന്നു, നീ അത് അവഗണിച്ചു കളഞ്ഞു. രണ്ടാമതൊരു ചാൻസ് തരാൻ വേണ്ടിയാണ് പോലീസിനോട് സത്യം പറയാതിരുന്നത്. എന്നിട്ടും നീ നന്നാവാൻ നോക്കല്ല, എന്നെ ഭീഷണിപ്പെടുത്തുക എന്ന് അലീന ചോദിക്കുന്നുണ്ട്. അതെ, നിന്നെ ഭീഷണിപ്പെടുത്തുക. എന്നെ നന്നാക്കിയിട്ട് നീ ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയെന്ന് വിചാരിക്കണ്ടടി എന്ന് രോഹിത് വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാ, ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം. നിന്നെ അവൻ ജയിലിൽ കയറ്റി അടങ്ങൂ. ഇവിടെ ഞാനായതുകൊണ്ടാ നീ ഇപ്പോൾ മാന്യനായി ഈ വീട്ടിൽ നിൽക്കുന്നേ. നിനക്ക് കുറ്റബോധമുണ്ടെങ്കിൽ വീണ്ടും വിചാരമുണ്ടെങ്കിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം മറക്കാം. നിന്നോട് ഞാൻ ക്ഷമിക്കാമെന്ന് അലീന പറയുന്നുണ്ട്. നിന്റെ ക്ഷമ ആർക്ക് വേണടി? എച്ചിലിന്റെ കൂടെ ഇട്ട് വല്ല പട്ടിക്കും കൊണ്ട് കൊടുക്ക്. എനിക്ക് നിന്റെ ക്ഷമയൊന്നും വേണ്ട എന്ന് രോഹിത് പറയണ കേട്ട് അത് ശരി, മാറാൻ മനസ്സില്ല എന്ന് അലീന പറയുമ്പോഴേക്കും ഇല്ല എന്ന് രോഹിത് ഉറക്കെ തീർത്ത് പറയുന്നുണ്ട്. എന്നാ നീ ഇതുകൂടി ശരിക്ക് കേട്ടോ, ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് എൻ്റെ ഫോൺ എൻ്റെ കൈ കൊണ്ടുതന്ന് എന്നോട് ക്ഷമ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഊണുമുറി വെച്ച് കാണാം എന്ന് അലീന ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ വെച്ച് നീ എനിക്കിട്ട് എന്നെ ഉണ്ടാക്കുമെന്നാടി എന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട്. നീയും ഹരിയും കൂടി ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി തന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും അനിയത്തിമാരോടും മുത്തശ്ശിയോടും പറയും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രോഹിതും അവളെ തെറി വിളിച്ചുകൊണ്ട് തൻ്റെ മൊബൈൽ കട്ടിലിലേക്ക് എറിയുന്നുണ്ട്. ആകെ ടെൻഷനോടെ ഭ്രാന്ത് പിടിച്ച് അവൻ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവൻ തൻ്റെ മൊബൈലെടുത്ത് ഹരിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അവൻ ദേഷ്യത്തോടെ റൂമിൽ നിന്നിറങ്ങി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അലീനയുടെ അടുത്തേക്കായി വരുന്നുണ്ട്. നിന്റെ ഫോണിന്റെ കാര്യം പറയാൻ വന്നതാ എന്ന് രോഹിത് പറയുമ്പോഴേക്കും പറഞ്ഞോന്ന് അലീനയും. ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫോണ് അന്ന് ഹരി എടുത്തോണ്ട് പോയി എന്ന് രോഹിത് പറയുമ്പോഴേക്കും കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി, എവിടെയാതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഹരി അത് പുഴയിലോട്ട് എറിഞ്ഞു കളഞ്ഞു എന്ന് രോഹിത് പറയുമ്പോഴേക്കും സത്യമാണോ അതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. കണ്ട കാര്യമാ ഞാൻ പറഞ്ഞതെന്ന് രോഹിത് പറയുമ്പോഴേക്കും ആ ഫോണിന്റെ വില നിനക്കറിയില്ല, അതൊരു പുണ്യ വസ്തു പോലെയാ ഞാൻ സൂക്ഷിച്ചത് എന്ന് അലീന ടെൻഷനോടെ പറയുമ്പോഴേക്കും അതുപോലെ വേറൊരെണ്ണം വാങ്ങിത്തരാമെന്ന് രോഹിത് പറയുന്നുണ്ട്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാ, ഹരിയുമായുള്ള കൂട്ടുകെട്ട് നീ ഇനിയും തുടർന്നു പോയാ പോലീസിന്റെ ഇടി കൊള്ളേണ്ടി വരും, നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് അലീന പറയുമ്പോഴേക്കും അത് ഞാൻ നോക്കിക്കോളാം, വേറൊന്നും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. എന്നോട് കാണിച്ച അങ്ങേയറ്റത്തെ ദുഷ്ടപ്രവൃത്തിക്ക് എന്നോടൊരു സോറി പോലും പറയാൻ നിനക്ക് തോന്നുന്നില്ലേടാ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും നിർബന്ധമാണെങ്കിൽ പറയാമെന്ന് രോഹിതും. വേണ്ട, കുറ്റബോധവും സങ്കടവും ആ ശേഷമില്ലാത്ത സോറി എനിക്ക് വേണ്ട എന്ന് അലീന പറയുന്നത് കേട്ട് രോഹിത് അടുക്കളയിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ നീ പറയേണ്ടി വരും മോനെ എന്ന് അലീന പറയുന്നത് കേട്ട് രോഹിത് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്റെ മുന്നിൽ മുട്ടുകുത്തി കാലിൽ പിടിച്ച് കരഞ്ഞ് നീ യാചിക്കും എന്നോട് ക്ഷമിക്കണേ ചേച്ചിന്ന്. അങ്ങനൊരു ദിവസം എഴുതി വെച്ചിട്ടുണ്ട് എന്റെയും നിന്റെയും ആയുസിന്റെ പുസ്തകത്തിൽ. ആ ദിവസം കടക്കാതെ ഞാനും നീയും ഈ ഭൂമിയിൽ നിന്ന് പോവത്തില്ല എന്നവൾ പറയുമ്പോഴേക്കും രോഹിത് ഒന്നും മിണ്ടാതെ ഒരു നിമിഷം അവളെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. പിറ്റേന്ന് മനു കടപ്പാട്ടൂർ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. കൃഷ്ണയും ബബിതയും സ്കൂളിലേക്കും കോളേജിലേക്കും പോവാൻ റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മനുവിനെ കാണുന്നത്. മനുവിനെ കണ്ട് ഗുഡ് മോർണിംഗ് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് എന്ന് മനുവും പറയുന്നുണ്ട്. ഹായ് മനു മേനോൻ എന്ന് ബബിത പറയുമ്പോഴേക്കും നിന്നെ ഞാൻ ബബിമോൻ എന്ന് വിളിക്കുമെന്ന് മനു പറയുന്നുണ്ട്. വിളിച്ചോ, അതാണ് എനിക്ക് ഇഷ്ടമെന്ന് ബബിതയും. ലേറ്റ് ആയില്ലേടി എന്ന് മനു ചോദിക്കുമ്പോഴേക്കും എന്നും ലേറ്റ് അല്ലേ എന്ന് കൃഷ്ണയും. എന്നാ ചെല്ലുന്ന പറഞ്ഞ് മനു അവരെ പറഞ്ഞു വിട്ടോണ്ട് അകത്തേക്ക് പോകുന്നുണ്ടേ. ബാലചന്ദ്രൻ അവിടെ
അവിടെ സോഫയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിളെ എന്ന് മനു പറയുമ്പോഴേക്കും മനു നീ നേരെ ഇങ്ങ് പോന്നോ അതോ വീട്ടിൽ പോയിട്ട് വരികയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നടന്ന് സ്റ്റെയർ കേസിന് താഴെ എത്തുന്ന മനു ഞാൻ നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്കായി നോക്കി നിൽപ്പുണ്ട്. അവിടെ സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങി വരുന്ന രോഹിത്തിനെയാണ് കാണുന്നത്. അവനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അവന്റെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ ഞാൻ വീട്ടിൽ കയറിയിട്ടാ പോന്നേ എന്ന് മനു ബാലചന്ദ്രനോടായി പറയുന്നുണ്ട്. അവനെ കണ്ട് ഒരു നിമിഷം നിൽക്കുന്ന രോഹിതും മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴേക്കും മനു അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിന്നെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. രോഹിത് അവന്റെ മുഖത്ത് പോലും നോക്കാതെ കാണാലോ ഇപ്പോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല കുറച്ച് വിശദമായിട്ട് എന്ന് മനു അവന്റെ കണ്ണിൽ നോക്കി പറയുമ്പോഴേക്കും എനിക്ക് കോളേജിൽ പോകണം എന്ന് രോഹിത്തും പറയണ കേട്ട് ബാലചന്ദ്രൻ സംശയത്തോടെ അവരെ നോക്കി ഇരിപ്പുണ്ട്. മനു അവനെ പോവാൻ സമ്മതിക്കുമ്പോഴേക്കും അവൻ ടെൻഷനോടെ അവിടെ നിറങ്ങി പോകുന്നുണ്ട്. സിറ്റ് ഔട്ടിലെത്തുന്ന രോഹിത് ടെൻഷനോടെ തിരിഞ്ഞു നോക്കുമ്പോഴും മനു അവനെ തന്നെ നോക്കി നിൽപ്പാ. ഇതെല്ലാം കണ്ട് എന്താടാ മനു പ്രശ്നം എന്ന് ബാലചന്ദ്രൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അങ്കിളെ എന്ന് മനു പറയുമ്പോഴേക്കും എന്തോ ഒന്നുണ്ടല്ലോടാ ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. അവൻ എന്നെ കണ്ടിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ല എന്ന് മനു പറയുമ്പോഴേക്കും ഞാൻ വെറുമൊരു പൊട്ടനാണെന്ന് വിചാരിക്കല്ലേ മനു, ഞാൻ പലതും കാണുന്നു പലതും കേൾക്കുന്നു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും റൂമിൽ നിന്ന് ഡോർ തുറന്ന് വൈജയന്തിയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കണ്ട് മനു നീ എന്താ ഈ വഴിയൊക്കെ എന്ന് അവന്റെ അടുത്തേക്കായി വന്നുകൊണ്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ആൻറ്റി ബാങ്കിലോട്ട് പോകാനുള്ള തിരക്കിലാണോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ആ അതെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെന്ന് അലീനയെ വിളിച്ചോണ്ട് ചായ കിട്ടിയില്ലെന്ന് പറയുന്നുണ്ട്. അലീന ചായയുമായി വന്ന് വൈജയന്തിക്ക് കൊടുക്കുമ്പോഴേക്കുമാണ് അവിടെ നിൽക്കുന്ന മനുവിനെ കാണുന്നത്. ആ മനുവേട്ടാ ചായ എടുക്കട്ടെ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ആയിക്കോട്ടെ എന്ന് മനുവോ. അത് കേട്ട് ഇഷ്ടമാവാതെ വൈജയന്തി നിന്നോട് എത്ര തവണ പറഞ്ഞു മനുവിനെ സാറെന്ന് വിളിക്കാൻ, മനുവേട്ടാന്ന് നിന്നെ കൊഞ്ചിച്ചു വളർത്തിയ ആളല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും മാഡത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. മനുവും അങ്ങോട്ടായി വരുമ്പോഴേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. ആൻറ്റി അലീനയോട് ഞാനാണ് എന്നെ മനുവേട്ടാന്ന് വിളിക്കാനായി പറഞ്ഞത്, അവളെന്നെ സാർ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ബോറായിട്ട് തോന്നി എന്ന് മനു പറയുന്നുണ്ട്. തന്നെത്താൻ തരം താഴുന്നവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് അലീന അവിടുന്ന് കിച്ചണിലേക്കായി പോകുന്നുണ്ട്. വൈജയന്തി കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും മനുവും ഒരു കസേര വലിച്ചിട്ട് അടുത്തിരുന്നുണ്ട്. അതെ ആൻറ്റി അലീനയ്ക്ക് റെസ്റ്റ് വേണം, 2 ആഴ്ചത്തേക്കെങ്കിലും പണിയെടുപ്പിക്കരുത് എന്ന് മനു പറയുന്നുണ്ട്. അവൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും റെസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ ആൻറ്റി പറയുന്ന പോലെ കുറച്ച് പണിയെടുപ്പിക്കുക എന്നുള്ളതാണോ ഇന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഞാൻ പണിയെടുപ്പിക്കുന്നെന്ന് അവൾ നിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തോന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ആൻറ്റി പണി കൊടുക്കും എന്നറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ എന്ന് മനു പറയുമ്പോഴേക്കും നീ ഇതിനാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അവളുടെ വക്കാലത്ത് പിടിക്കാൻ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അതെ അലീനയെ കാണാനും അവളോട് സംസാരിക്കാനും വേണ്ടിയാ ഞാൻ വന്നത് എന്ന് മനു പറയുമ്പോഴേക്കും നിനക്കെന്താ അവളോട് ഇത്ര അടുപ്പം ഇവിടുത്തെ വേലക്കാരിയോട് എന്ന് വൈജ ചോദിക്കുന്നുണ്ട്. അത് ആൻറ്റി മറന്നു പോകുന്നത് കൊണ്ട് ചോദിച്ചതാ, ഞാനാണ് അലീനയെ ഇവിടെ എത്തിച്ചത്. അവൾക്കൊരാപത്ത് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അവളുടെ ബൈസ്റ്റാൻഡറും ഞാനായിരുന്നു. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ, ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും. ആൻറ്റിക്ക് അതിൽ എന്താണ് വിഷമം എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഞാൻ അവളെ അങ്ങ് പറഞ്ഞയച്ചാ നീ എന്തു ചെയ്യും എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും എളുപ്പായി പറഞ്ഞയക്കുന്ന ദിവസം എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ കാറുമായി വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്ന് മനു പറയുന്നുണ്ട്. എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും നീ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അത് ആൻറ്റി അറിയേണ്ട കാര്യമില്ല, ആൻറ്റിക്ക് വേണ്ടാതെ ഉപേക്ഷിക്കുന്ന ഒരു സംഗതി ആരെടുത്തു എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് മനു പറയുമ്പോഴേക്കും വൈജയന്തി അവിടുന്ന് ദേഷ്യത്തോടെ എണീറ്റുകൊണ്ട് നീയും എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ വട്ടുണ്ടോ എന്റെ സ്വന്തം ആന്റിയോട് യുദ്ധം ചെയ്യാൻ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും എനിക്കറിയാം മനു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വൈജയന്തിയും. ആന്റിക്ക് കുറെ അധികം തെറ്റിദ്ധാരണകളുണ്ട്, അതിലൊന്നാണ് ഇത് എന്ന് മനു പറയുമ്പോഴേക്കും വൈജയന്തി ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് പോയി ഡോർ അടയ്ക്കുന്നുണ്ട്. ബാലചന്ദ്രനും ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ സോഫയിൽ തന്നെ ഇരിപ്പാണേ. അലീന അപ്പോഴേക്കും മനുവിനായി ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. മനു ആ ചായ വാങ്ങി കുടിക്കുമ്പോഴേക്കും അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. മനു വന്നിട്ടുണ്ടോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്നും ചായ കുടിച്ചോണ്ടിരിക്കുകയാണെന്ന് അലീനയും. അവന്റെ സ്വരം ഞാൻ കേട്ടു, എനിക്ക് തോന്നി അവനാണെന്ന്. അവൻ ഉടനെ പോവോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിയെ കാണാണ്ട് പോവോ കൊള്ളാം എന്ന് ചോദിച്ചുകൊണ്ട് അലീന തൻ്റെ ബാഗിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ റൂമിലെ ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു, മറന്നുപോയിന്ന് അലീന പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യം നീ കൃത്യമായിട്ട് ഓർക്കുമല്ലോ, നിന്റെ കാര്യം മാത്രം നീ മറക്കുന്നതെന്താ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും തല്ലു കൊള്ളാഞ്ഞിട്ടായിരിക്കും എന്ന് അലീനയും. അത് തന്നെയാണെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മനു മുത്തശ്ശിയുടെ റൂമിലേക്കായി വരുന്നുണ്ട്. മേ ഐ കമീൻ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഒയ്യോ
എന്തൊരു ഫോർമാലിറ്റി എന്ന് അലീനയോ. മനു മുത്തശ്ശിയുടെ അടുത്തേക്കായി വന്നോണ്ട് സൗദാമിനി അമ്മേ, സൗദാമിനി, സൗദ എന്ന് മനു വിളിക്കുമ്പോഴേക്കും കേട്ടോടി വിളിക്കുന്നേ, എന്റെ ഇളിയതിനെ വിളിക്കുന്നത് പോലെ മുത്തശ്ശിയാ ഞാൻ അവന്റെ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശിയെ കൊഞ്ചിച്ചതല്ലേ എന്ന് അലീന പറയുമ്പോഴേക്കും സൗ എന്ന് വിളിച്ചോണ്ട് മനു മുത്തശ്ശിയുടെ ബെഡിനരികിലിട്ട സ്റ്റൂളിലേക്ക് ഇരിക്കുന്നുണ്ട്. നീ നിന്റെ ഇഷ്ടം പോലെയൊക്കെ വിളിക്കേ, അല്ല പിന്നെ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും സന്തോഷിച്ച് കിടക്കുകയാണല്ലേ. പോയിന്ന് കരുതിയ ആളെ തിരിച്ചു കിട്ടിയല്ലോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇവള് തിരിച്ചു വരുമായിരുന്നേ എനിക്കറിയായിരുന്നടാ, ഞാനേ മോളി വിളിച്ച് പറഞ്ഞായിരുന്നു തിരിച്ചു തന്നേക്കണേന്ന്, വഴിപാടും നേർന്നു ഒന്ന് മുത്തശ്ശി കണ്ണീരോടെ പറയുന്നുണ്ട്. ഇപ്പോ സമാധാനമായല്ലോ എന്ന് മനു പറയുമ്പോഴേക്കും നമ്മളെ നോക്കാനും നമ്മളോട് സ്നേഹത്തോടെ വർത്താനം പറയാനും ആരുമില്ലെങ്കിൽ ഭയങ്കര ദുരിതമാ മോനെ ഈ വയസ്സാം കാലത്ത് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അതൊക്കെ ശരിയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, അലീനയ്ക്ക് റെസ്റ്റ് ചെയ്യേണ്ട സമയമാ, അവൾക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കണം, പൊന്നു മോളോടൊന്ന് പറഞ്ഞേക്കണം എന്ന് മനു പറയുന്നുണ്ട്. മനുവേട്ടൻ എന്റെ സൈഡിൽ നിന്ന് സംസാരിക്കല്ലേ മനുവേട്ട, അത് കേൾക്കുമ്പോൾ മേഡത്തിന് ദേഷ്യം കൂടുകയേ ഉള്ളൂ എന്ന് അലീന പറയുമ്പോഴേക്കും പിന്നെ ഞാൻ ആരുടെ സൈഡിൽ നിൽക്കണം, തെറ്റ് ചെയ്തവരുടെയോ ചോദിച്ചോണ്ട് മനു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പറഞ്ഞ ഒരു ഗുണവും ഉണ്ടാവില്ല, അലീനയെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിക്കണം, ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ട് സുഖിച്ചു വന്നവളാ, ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് എന്ന് മനുവേട്ടൻ മേഡത്തിനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ, അപ്പൊ എനിക്ക് കുറച്ചൊരു ഇളവ് ചെയ്തു തരുമെന്ന് അലീനയും പറയുന്നുണ്ട്. നീ മാഡത്തിന്റെ സൈക്കോളജിയൊക്കെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുവോ അല്ലേ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും കുറെ നാളായില്ലേ ഞാനിവിടെ എന്ന് അലീനയും ചോദിക്കുന്നുണ്ട്. നിന്റെ ഫോൺ എവിടെ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നോക്കിയപ്പോ അത് കാണാനില്ലെന്ന് അലീനയും. അതവന്മാരെ നശിപ്പിച്ചു കാണും, അല്ലാതെ എവിടെ പോവാനാ എന്ന് മനു ചോദിക്കുന്ന കേട്ട് മുത്തശ്ശിയും അമ്പരപ്പോടെ അവന്മാരോ ആര് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അലീനയും ആകെ പേടിയോടെ മനുവിനെ നോക്കുമ്പോഴേക്കും മനു മുത്തശ്ശിയുടെ അരികിലേക്കായിരുന്നോണ്ട് മുത്തശ്ശി അത് അവളോട് ദേഷ്യമുള്ളവരുണ്ടല്ലോ ഇവിടെ, ഞാൻ അവരുടെ കാര്യമാ പറഞ്ഞ് എന്ന് പറഞ്ഞോണ്ട് അലീനയോടായി. അപ്പൊ നിലവിൽ നിനക്കിപ്പോ ഫോണില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് അലീനയും. എന്റെ ഫോണുണ്ടല്ലോ മനുക്കുട്ട, നീ വാങ്ങി തന്നത്, അത് അവൾ എടുത്തോട്ടെ, ഇവിടെ കിടക്കുന്ന എനിക്കെന്തിനാ ഫോണ് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അത് പോരെന്ന് മനുവും അലീനയോടായി ചോദിക്കുന്നുണ്ട്. അത് മതിയെന്ന് അലീന സമ്മതിക്കുമ്പോഴേക്കും മനു എണീറ്റുണ്ട്. മുത്തശ്ശി എന്നാ ഞാൻ പോവുക, മുത്തശ്ശിയുടെ മോളുണ്ടല്ലോ വൈജയന്തി മാഡം, ഇവളെ പറഞ്ഞയക്കാൻ വേണ്ടി നിൽക്കുക, എപ്പോ പിരിച്ചുവിട്ടാലും അടുത്ത സെക്കൻഡിൽ കാറുമായി എത്തി ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അതൊരു അടികിട്ടിയ പോലെ ആയി ആന്റിക്ക്, ഞാൻ അങ്ങനെ ചെയ്തേക്കുമോ എന്നൊരു പേടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉടനെ പിരിച്ചുവിടലൊന്നും ഉണ്ടാവത്തില്ല, ധൈര്യമായിട്ടിരുന്നോ എന്ന് മനു അലീനയോടായി പറയുന്നുണ്ട്. എന്നാ സൂക്കേട് അവൾക്കെന്ന് നോക്കണേ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അതിന് വേറൊരു പേരുണ്ട് പച്ച മലയാളത്തില്, പക്ഷേ എനിക്ക് പറയാൻ കൊള്ളത്തില്ലെന്ന് മനുവും. ക്രിമികടി എന്ന് മുത്തശ്ശി പറയണ കേട്ട് അലീനയും മനുവും ചിരിച്ചോണ്ട് നമിച്ചു എന്ന് മനു പറയുന്നുണ്ട് മുത്തശ്ശിയോട്. മനു യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് അതെ ഫോൺ വിളിച്ചാൽ എടുക്കണം കേട്ടോ എന്ന് അലീനയോടായി പറഞ്ഞിട്ട് സൗദാമിനി വരട്ടെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ. അപ്പോഴേക്കും മുത്തശ്ശി അലീനയോടായി പറയുന്നുണ്ട് അവൻ വരുമ്പോ കുറച്ച് കാറ്റും വെളിച്ചവും സന്തോഷവും എല്ലാം കൂടെ കൊണ്ടുവരുന്ന പോലെയാ അല്ലേ മോളെ. അത് കേട്ട് അലീനയും ചിരിച്ചോണ്ട് അത് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് അലീനയുടെ ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം പരിശോധിക്കുന്ന വൈജയന്തിയാണ് കാണുന്നത്. ബില്ലെല്ലാം നോക്കി പകച്ചുകൊണ്ട് വൈജയന്തി അലീനയെ നീട്ടി വിളിക്കുന്നുണ്ട്. ഈശ്വര, ബാങ്കിൽ കിടന്ന പണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തേക്കുവാ എന്ന് വൈജയന്തി ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും എന്താ മാഡം എന്ന് ചോദിച്ചോണ്ട് അലീനയും അങ്ങോട്ട് വരുന്നുണ്ട്. വൈജയന്തി ആ ബില്ലെല്ലാം പൊക്കി പിടിച്ചോണ്ട് ഇത് കണ്ടോ, നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവാക്കിയന്റെ ബില്ല് എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന അങ്ങോട്ട് വന്ന് കുറെ രൂപ പോയല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആരുടെ കയ്യിൽ നിന്ന് പോയി, നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും കുറെ രക്തം നഷ്ടപ്പെട്ടു എന്ന് അലീനയും പറയുന്നുണ്ട്. അതിനു പകരം വേറെ കിട്ടിയല്ലോ, അതിന്റെയും ബില്ലുണ്ടതില്, എല്ലാം കൂടി എത്രയായെന്ന് അറിയണ്ടേ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും മാഡം പറഞ്ഞോ എന്ന് അലീനയും പറയുന്നുണ്ട്. ടോട്ടൽ എല്ലാം കൂടി 1,65,000 രൂപ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും സാറിന്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്തേനെ എന്ന് അലീന പറയുമ്പോഴേക്കും ഇത്രയും തുക നീ ശരിക്കും തിരിച്ചു തരേണ്ടതല്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. തരാൻ എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് അലീന പറയുമ്പോഴേക്കും നീ ജോലി ചെയ്ത് ഈ കടം തീർക്കണം എന്ന് വൈജയന്തിയും. എന്നെ പിരിച്ചുവിടാൻ പോവാണെന്ന് പറയുന്നത് കേട്ടല്ലോ, അപ്പോഴെങ്ങനെയാ കടം തീർക്കുന്നെന്ന് അലീന ചോദിക്കുന്നുണ്ട്. വൈജയന്തി ഓർത്തുകൊണ്ട് അതും ശരിയാണല്ലോ, ഒന്നും മേലാത്ത അവസ്ഥയായി എന്ന് പറയുന്നുണ്ട്. ഞാൻ നിൽക്കണോ പോണോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് വൈജയന്തിയും. ഇപ്പോഴത്തെ കാര്യം ചോദിച്ചെന്ന് അലീന പറയുമ്പോഴേക്കും ഇവിടെ കുറച്ചു നേരം നിൽക്ക്, നിനക്ക് പോവാൻ എന്താ ഇത്ര ധൃതി എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അലീന അവിടെ തന്നെ നിൽക്കുമ്പോഴേക്കും വൈജയന്തി കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ഈ മാസത്തെ ശമ്പളം കുറച്ചിട്ട് നോക്കിയാ എന്നും പറഞ്ഞുകൊണ്ട് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.